ഓപ്പറേഷൻ സിന്ദൂരിന്മേൽ ലോക്സഭയിൽ ചർച്ച തുടരുന്നു. ഭീകരർ വിനോദസഞ്ചാരികളെ മതം ചോദിച്ച് കൊലപ്പെടുത്തിയ പഹൽഗാം ഭീകരാക്രമണത്തിനു പിന്നിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ലോക്സഭയിൽ പറഞ്ഞു. ഇന്ത്യയുടെ ശക്തി ലോകത്തിനു മുന്നിൽ അറിയിച്ച ധീരവും ഐതിഹാസികവുമായ നടപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ലോക്സഭയിൽ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഭയന്ന പാകിസ്ഥാൻ തോൽവി സമ്മതിച്ച് ചർച്ചയ്ക്ക് തയ്യാറായതായി അദ്ദേഹം വ്യക്തമാക്കി. പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. 100-ലധികം ഭീകരരെ കൊലപ്പെടുത്തിയതായും പ്രതിരോധ മന്ത്രി പറഞ്ഞു. ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ രാജ്യം അഭിമാനിക്കുന്നു. പാകിസ്ഥാന്റെ പ്രത്യാക്രമണത്തെ ഇന്ത്യൻ പ്രതിരോധ സംവിധാനം പൂർണ്ണമായും തകർത്തു. പാക് പ്രത്യാക്രമണത്തിൽ ഇന്ത്യയിൽ യാതൊരുവിധ നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടില്ലെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയത് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ കാരണമാണെന്ന തരത്തിലുള്ള വാർത്തകൾ തികച്ചും വ്യാജമാണെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു. एक अनुमान के अनुसार 100 से अधिक आतंकवादी, मैं बहुत संभल कर बोल रहा हूं अध्यक्ष महोदय, हमारी फिगर गलत ना होने पाए, फिगर इससे बहुत अधिक है। 100 से अधिक आतंकवादी, उनके ट्रेनर, उनके प्रशिक्षक, उनके हैंडलर लश्कर-ए-तोयबा और हिजबुल मुजाहिदीन जैसे आतंकवादी संगठनों से संबंधित थे. ചർച്ചകൾ ജനാധിപത്യവും സംസ്കാരവുമുള്ള രാജ്യങ്ങളുമായാണ് നടത്തേണ്ടത്. ജനാധിപത്യ മൂല്യങ്ങളില്ലാത്ത ഇന്ത്യയോട് വിദ്വേഷം വച്ചുപുലർത്തുന്ന ഒരു രാജ്യവുമായി ചർച്ച നടത്തുക പ്രായോഗികമല്ലെന്ന് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. പാകിസ്ഥാനുമായി സമാധാനം പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ മുമ്പ് നിരവധി ശ്രമങ്ങളാണ് നടത്തിയത്. എന്നാൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഭീകരാക്രമണങ്ങൾ തുടർക്കഥയാക്കുകയായിരുന്നു. ചർച്ചയും ഭീകരവാദവും ഒരുമിച്ച് പോകില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് രാജ്നാഥ് സിംഗ് ലോക്സഭയിൽ പറഞ്ഞു. പഹൽഗാമിൽ ആക്രമണത്തിനായി ഭീകരവാദികൾ എങ്ങനെയാണ് എത്തിയതെന്ന് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കണമെന്ന് ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് എംപി ഗൌരവ് ഗൊഗോയ് ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂറിൽ രാജ്യവും പ്രതിപക്ഷവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുണ്ട്. എന്നാൽ പാകിസ്ഥാൻ പരാജയത്തിന്റെ വക്കിലായിരുന്നുവെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്തുകൊണ്ട് നിർത്തിയെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്നും ഗൊഗോയ് ആവശ്യപ്പെട്ടു. पूरा देश प्रधानमंत्री मोदी जी के साथ था, विपक्ष प्रधानमंत्री मोदी जी के साथ था, और अचानक 10 मई के दिन पे हमारे राष्ट्रदूत कहते हैं कि हम पाकिस्तान पर हमला करेंगे, और शाम के 10 मई को सूचना आती है कि पाकिस्तान के साथ अब युद्ध पर हम परिणाम दे रहे हैं, सीज फायर हो गया. क्यों? ലോക്സഭയിൽ ഓപ്പറേഷൻ സിന്ദൂറിന്മേലുള്ള ചർച്ച തുടരുകയാണ്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നേരത്തെ പാർലമെന്റിൽ നടപടികൾ തടസ്സപ്പെട്ടിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് ചർച്ചകൾ നടത്താൻ അനുവദിക്കാതെ പ്രതിപക്ഷം നടപടികൾ തടസ്സപ്പെടുത്തി. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രതിഷേധം. നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചതിനെ തുടർന്ന് ലോക്സഭ 12 മണിവരെയും പിന്നീട് 1 മണിവരെയും നിർത്തിവച്ചു. ലോക്സഭയിൽ 16 മണിക്കൂറാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ചർച്ചയ്ക്കായി നീക്കിവച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.